ജയിലിൽ കഴിയുന്ന KSU പ്രവർത്തകരെ ഷാഫി പറമ്പിൽ MP സന്ദർശിച്ചു. വിയൂരിൽ എത്തിയാണ് പ്രവർത്തകരെ ഷാഫി പറമ്പിൽ സന്ദർശിച്ചത്. ഇന്ന് നടക്കുന്ന KPCC നേതൃയോഗത്തിൽ പങ്കെടുക്കാതെയാണ് ഷാഫി പറമ്പിൽ തൃശൂരിലെത്തിയത്. ഇവരെ പ്രതികാര ബുദ്ധിയോടെ അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല, ഈ മുഖംമൂടി അണിയിച്ച് കയ്യാമം വെച്ച് തീവ്രവാദികളെ പോലെ, രാജ്യദ്രോഹികളെ പോലെ, അവരെ കൊലപാതക കേസിലെ പ്രതികളെ പോലെ അവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരിക. ഇതേ പോലീസ് തന്നെയാണ് കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ 7 മാസത്തിൽ 60 ദിവസം കൊടിസുനിക്ക് പരോളാണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ 7 മാസത്തിൽ 60 ദിവസം പരോള്. എന്നിട്ട് ആ കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ 2 എണ്ണം വീശാനും ടച്ചിങ്സിന് ചിക്കനും കൊടുത്ത സർക്കാർ സംവിധാനങ്ങളും ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കറുത്ത മുഖംമൂടിയും കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ മുഖംമൂടിയാണ് അഴിഞ്ഞു വരിക്കുന്നത്. അവരുടെ ഉള്ളിലെ മുഖം പോലീസിൻ്റെ അല്ല. അവരുടെ ഡ്രസ്സ് കാക്കിയാണെങ്കിലും അവരെടുക്കുന്നത് പാർട്ടി പണിയാണ്. CPM പണി, പാർട്ടി പ്രവർത്തനം നടത്തുകയാണ് പോലീസ് വേഷത്തിൽ. പാർട്ടി ഗുണ്ടകളെ പോലെ പെരുമാറാണ് പോലീസ് വേഷത്തിൽ. സർക്കാരിൻ്റെ ശമ്പളം, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം AKG സെൻറ്ററിലും പാർട്ടി ഓഫീസുകളിലും ഈ വകുപ്പിനെ ഗുണ്ടകളാണ് നയിക്കുന്നത്. പുറത്തെ ഗുണ്ടകളും അകത്തെ ഗുണ്ടകളുമാണ് ഈ വകുപ്പിനെ നയിക്കുന്നത്. തീർത്തും ഏകപക്ഷീയമായ, ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ മുഖംമൂടി അണിയിച്ചവനെ, കയ്യാമം വെച്ചവനെ, അവരെയൊന്നും സർക്കാർ ശമ്പളം പറ്റാൻ അർഹരല്ല. സുജിത്തിനെ മർദ്ദിച്ച സ്റ്റേഷനിലെ SHO ഇയാൾ തന്നെ ആയിരുന്നു എന്നുള്ളത് ഇപ്പം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നടക്കുന്നവരെ സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല, പിരിച്ചുവിട്ട് ശിക്ഷിക്കുകയാണ് സർക്കാർ ആർജവമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഈ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇല്ലെങ്കിൽ, CPMൻ്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻസ് അനുസരിച്ചിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ അവർക്ക് പറ്റുമെങ്കിൽ അയാളെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. അല്ലാതെ സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല വേണ്ടത്.